സുവിശേഷകൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്ന പുസ്തകത്തിലെ 13ഉം 14ഉം അധ്യായങ്ങളാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ആദ്യമായി പരിശുദ്ധാത്മാവ് ഒരു അതിഥിയല്ല എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുന്നതിന് അത്യാവശ്യമായി സകല വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ നിറവ് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വിശ്വാസിക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്തെന്ന് അറിഞ്ഞുകൂടെന്നാണ് അർത്ഥം. ഇത്ര പ്രധാനപ്പെട്ട ഈ വിഷയത്തെ സംബന്ധിച്ച് അനേക വിശ്വാസികൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നതാണ് സത്യം. അറിയാമെന്ന് കരുതുന്ന അനേകർ തന്നെയും കാര്യങ്ങളെ തെറ്റായിട്ടാണ് ധരിക്കുന്നതും. അതിനാൽ ഈ വിഷയം വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. വേദപുസ്തകത്തിലെ ഏതൊരു വിഷയത്തെക്കുറിച്ചും പഠിക്കുവാനും ഒന്നാമത് ചെയ്യേണ്ടത് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗം ശരിയായി വിശകലനം ചെയ്യുക എന്നതാണ്. ആത്മനിറവിനെ പറ്റിയുള്ള കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നത് എഫേസ്യർ 5:18 വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. ദൈവവചനത്തിൽ വിശ്വാസികൾ ആത്മസ്നാനം പ്രാപിക്കണമെന്നോ ആത്മാഭിഷേകം പ്രാപിക്കണമെന്നോ കൽപ്പനയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയുവിൻ എന്ന് കൽപ്പനാരൂപത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിലെ മറ്റേതൊരു കൽപ്പനയെയും പോലെ തന്നെ നാം ഗൗരവമായിട്ടെടുക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട കൽപ്പനയാണിത്. പൗലോസ് ഈ വരികൾ എഴുതുന്നത് എഫേസോസിലുള്ള വിശ്വാസികൾക്കാണ്. അതിനാൽ വിശ്വാസികൾ പ്രാപിക്കേണ്ട ഒന്നാണ് ആത്മനിറവ് എന്നത് വ്യക്തമാകുന്നു. ദൈവം മക്കളെ, അതായത് വീണ്ടും ജനിച്ചവരെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെന്നും ലഭിക്കാത്തവരെന്നും രണ്ടായി തിരിക്കുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. എല്ലാ വിശ്വാസികളിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല എന്ന് റോമർ 8:9 വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ എല്ലാ വിശ്വാസികളും ആത്മാവിനാൽ നിറഞ്ഞ ജീവിതമല്ല നയിക്കുന്നത് എന്നതുകൊണ്ടാണ് നിറയണം എന്ന് അപ്പോസ്തലൻ പ്രത്യേകം പറയുന്നത്. ആത്മാവിൽ നിറയുന്നത് എങ്ങനെ ചിന്തിക്കാം. നിറയുക എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ എന്നാണ് ഈ വാക്യത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്. വീഞ്ഞു കുടിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ അതിൻ്റെ ലഹരിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് തൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും ആ നിയന്ത്രണം വീഞ്ഞിനെ അവൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായി അവൻ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി ലഹരി നിയന്ത്രിക്കുന്നതനുസരിച്ച് അവൻ പെരുമാറുന്നു. എന്നാൽ വീഞ്ഞ് വരുത്തുന്നത് ദുർനടപ്പാണ്. അതിനു പകരം ആത്മാവിനാൽ നിറയണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനാൽ നിറയുക എന്നാൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഒരു മനുഷ്യൻ തന്നെ വീഞ്ഞിന് എങ്ങനെ അടിമപ്പെടുത്തി കൊടുക്കുന്നുവോ അതുപോലെ ആത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കണമെന്ന് സാരം. ആത്മാവിനാൽ നിറയുക എന്നാൽ എന്നിൽ പരിശുദ്ധാത്മാവിന് കൂടുതൽ സ്വാധീനം ഉണ്ടാവുക എന്നാണ് അർത്ഥം. രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി കിട്ടുന്നു. ആത്മാവ് ഒരു വ്യക്തിയായതിനാൽ വ്യക്തിയെ കുറേശ്ശെ കിട്ടുവാൻ സാധ്യമല്ലല്ലോ. എൻ്റെ ജീവിതത്തെ ഞാൻ നിയന്ത്രിക്കുന്നത് മതിയാക്കിയിട്ട് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ ഞാൻ അനുവദിക്കണം. ഒരു ഭവനത്തിൽ നാം അതിഥിയായി ചെന്നാൽ അവിടെ അതിഥികൾക്കായുള്ള മുറി നമുക്ക് നൽകപ്പെടുന്നു. അവിടെ നല്ല ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും നമുക്ക് ലഭിച്ചെന്നാലും ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്കായി അനുവദിച്ചു തന്നിട്ടുള്ള മുറിയിൽ നാം ഇരിക്കുക എന്നതല്ലാതെ ആ ഭവനത്തിലെ മറ്റെല്ലാ മുറികളിലും യഥേഷ്ടം കയറി ഇറങ്ങുന്നതിനും ആ വീട്ടിലെ മറ്റ് കാര്യങ്ങളിൽ ഇടപെടുന്നതിനും നമുക്ക് അനുവാദമില്ല. നമ്മുടെ സാന്നിധ്യം ആ ഭവനത്തിലുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആ ഭവനത്തിലില്ല. ഇതുപോലെ രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നുണ്ടെങ്കിലും ജീവിതത്തിന്മേൽ പൂർണ്ണ അധികാരവും ജീവിതത്തിൽ എന്തും പ്രവർത്തിക്കുന്നുള്ള സ്വാതന്ത്ര്യവും പലരും പരിശുദ്ധാത്മാവിന് അനുവദിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ച് നമ്മെ തന്നെ അവൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. വീഞ്ഞു കുടിക്കുന്ന മനുഷ്യൻ വീഞ്ഞിനാൽ നിറയപ്പെടുമ്പോൾ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പോലെ ആത്മാവിനാൽ നിറയുന്ന മനുഷ്യൻ ആത്മാവിൻ്റെ നിയന്ത്രണത്താൽ അവൻ്റെ സ്വാഭാവിക ജീവിതം വിട്ടിട്ട് അസ്വാഭാവികമായ, ഇവിടെ ദിവ്യമായ ഗുണങ്ങളുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഇടയാകും. വീഞ്ഞിനാൽ മോശമായ ജീവിത നടപ്പുണ്ടാകുന്നുവെങ്കിൽ ആത്മാവിനാൽ വിശുദ്ധ ജീവിതം ഉണ്ടാകും. ഈ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു മനുഷ്യൻ തന്നെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം തൻ്റെ ജീവിതത്തിൽ കാണിക്കും. സ്വയമായി ഒരു വ്യക്തിക്ക് സാധിക്കാത്ത തരത്തിലുള്ള ഒരു ജീവിതം ആത്മാവ് സാധിപ്പിച്ചു കൊടുക്കുന്നു. ആത്മാവ് നിറയുന്ന മനുഷ്യൻ കർത്താവിനെ പാടി സ്തുതിക്കുമെന്നും എല്ലായ്പ്പോഴും എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുമെന്നും ഇവിടെ കാണുന്നു. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ആത്മനിറവിൻ്റെ ലക്ഷണം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുക എന്നതായിരിക്കും. ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം.
ഗലാത്യർ 5:22 ആത്മാവിൻ്റെ ഫലത്തെപ്പറ്റി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഈ 9 കൂട്ടം കാര്യങ്ങൾ അടങ്ങുന്ന ആത്മഫലം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഈ സദ്ഗുണങ്ങളെല്ലാം വിളങ്ങിക്കണ്ട ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റേതായി തീരുകയും എൻ്റെ ജീവിതത്തിൽ കൂടി അവൻ്റെ സദ്ഗുണങ്ങൾ വെളിപ്പെടുകയും ചെയ്യുന്നു. യെശയ്യാവ് 11-ാം അധ്യായത്തിൽ ദൈവാത്മാവിനെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, യഹോവാഭക്തിയുടെ ആത്മാവ് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. ദൈവാത്മാവിനാൽ നിറയുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ ഈ ജ്ഞാനവും വിവേകവും യഹോവാഭക്തിയും കാണേണ്ടതാണ്. വൈകാരികമായ ചില അനുഭവങ്ങളോ ചില അനുഭൂതികളോ ശബ്ദകോലാഹലങ്ങളോ അല്ല ക്രിസ്തുവിൻ്റേതുപോലെയുള്ള ഒരു ജീവിതമാണ് ആത്മനിറവിൻ്റെ തെറ്റിക്കൂടാത്ത തെളിവ്. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണോ നാം ജീവിക്കുന്നത്? അവൻ്റെ ഹിതപ്രകാരമാണോ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾ നടക്കുന്നത്? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും അവനായി പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. അധ്യായം 14 ആത്മനിറവിൻ്റെ അനുഭവം എന്താണെന്ന് വിവരിക്കുന്നു. ആത്മനിറവിൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവാണ് എൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് മുൻ അധ്യായത്തിൽ നാം ചിന്തിച്ചുവല്ലോ. എൻ്റെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, എൻ്റെ ബിസിനസ്, ജോലി, വിവാഹം, പഠനം എന്നിവയെല്ലാം കർത്താവിൻ്റെ ഹിതാനുസരണവും അവൻ്റെ നിയന്ത്രണത്തിലുമാകുന്നു. ഞാൻ അവനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു. അപ്പോൾ എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം എന്ന പ്രാർത്ഥനയോടെ ഞാൻ ജീവിക്കുന്നു. എൻ്റെ സ്വയ ഇച്ഛകൾക്ക് ഇവിടെ സ്ഥാനമില്ലാതെ വരികയും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നത് ജീവിതത്തിലെ അതിപ്രധാനമായി ഞാൻ പരിഗണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ആത്മാവിനെ എല്ലാ കാര്യത്തിലും അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഗലാത്യർ 5:14 നാം വായിക്കുന്നു. ജഡത്തിന്മേൽ വിജയം വരിക്കുവാനുള്ള മാർഗം ആത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുക എന്നതാണ്. ആത്മനിറവ് ഒരു വിശ്വാസി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പ്രാപിക്കേണ്ട ഒന്നല്ല. ആത്മാവിനാൽ തുടർച്ചയായി നിറഞ്ഞുകൊണ്ടിരിപ്പിൻ എന്ന നിലയിലുള്ള ക്രിയാപദമാണ് എഫേസ്യർ 5:18 ഉപയോഗിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ആവർത്തിച്ച് സംഭവിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരിക്കൽ നിറഞ്ഞതുകൊണ്ടായില്ല. ദൈവം എനിക്ക് വെളിച്ചം തരുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ അറിവില്ലായ്മയിലും അജ്ഞതയിലും നേരത്തെ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്ന തലങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. അതുമാത്രമല്ല, ഞാൻ പാപം ചെയ്യുന്നതിനാൽ അഥവാ ദൈവവഴികൾ ഏതെങ്കിലും കാര്യത്തിൽ വിട്ടുമാറുന്നതിനാൽ ആത്മനിറവ് എനിക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ എൻ്റെ പരാജയത്തെ ഞാൻ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുകയും ആ തലത്തെ വീണ്ടും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ എന്നെ തന്നെ ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ ഞാൻ കൂടുതലായിത്തീരുന്നു. കർത്താവിൻ്റെ തേജസ് എന്നിൽ കൂടി മറ്റുള്ളവർ കൂടുതലായി കാണുവാൻ ഇടവരുന്നു. അപ്പോസ്തലപ്രവൃത്തിയിൽ നാം വായിക്കുമ്പോൾ പത്രോസ്, പൗലോസ്, സ്തെഫാനോസ് തുടങ്ങിയവർ ആത്മാവിനാൽ നിറഞ്ഞതായി നാം വായിക്കുന്നുണ്ട്. ആത്മനിറവിൻ്റെ ഫലമായി അവർ പാപത്തെ ധൈര്യത്തോടെ ശാസിക്കുന്നതായും ധൈര്യം കൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്നതായും മറ്റും നാം വായിക്കുന്നു. ആത്മാവിനാൽ നിറയുന്ന ഏതൊരുവൻ്റെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നീതിക്കായുള്ള വിശപ്പും ദാഹവും ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടതാണ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ആത്മനിറവ് എല്ലാ വിശ്വാസികൾക്കും സ്വാഭാവികമായി ലഭിക്കുന്നതോ നൽകപ്പെടുന്നതോ അല്ല. അതിനായി ആഗ്രഹിക്കുകയും മനഃപൂർവ്വം തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് അവൻ്റെ പൂർണ്ണ ഹിതപ്രകാരം ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണിത്. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞ ധന്യമായ ആ ജീവിതത്തിനായി വിശപ്പും ദാഹവും നമുക്കുണ്ടാകേണ്ടതാണ്. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചിരിക്കെ തന്നെ നമ്മുടെ ജീവിതം പലപ്പോഴും ശക്തിയില്ലാത്ത, പാപത്തിൻ്റെ മേൽ വിജയമില്ലാത്ത, സന്തോഷമില്ലാത്ത, പരിപൂർണ്ണ സമാധാനമില്ലാത്ത, ആകുല ചിന്തയിൽ നിന്ന് വിടുതലില്ലാത്ത, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിപ്പിക്കുവാൻ കഴിയാത്ത ഒന്നായി തീരുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുവാനും ആരായുവാനും നമ്മിൽ അനേകരും തുനിയുന്നില്ല എന്നത് ദുഃഖകരം തന്നെ. ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് അനേകരും സമാധാനിക്കുന്നു. എന്നാൽ ഈ പരാജയ ജീവിതത്തിൻ്റെ കാരണം ആത്മനിറവ് പ്രാപിക്കാതെ നാം ജീവിക്കുന്നതാണെന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. താഴ്ന്ന നിലയിലുള്ള നമ്മുടെ പരാജയ ജീവിതത്തിൽ സംതൃപ്തരാകാതെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന വിധമുള്ള നിറവ് പ്രാപിക്കണമെന്ന് നിർബന്ധമുള്ള, അതിനായി വാഞ്ചിക്കുന്ന, ദാഹിക്കുന്ന ആത്മാക്കൾക്ക് കർത്താവ് തൃപ്തി നൽകും. ദൈവഹിതം നമ്മിൽ നിറവേറ്റുവാൻ നമ്മെ തന്നെ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നിലയിൽ നാം എത്തുമ്പോഴേ ആത്മാവിനാൽ നിറയപ്പെടുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ പാപത്തിൻ്റെ മേൽ വിജയവും ഹൃദയത്തിൽ പരിപൂർണ സന്തോഷവും സമാധാനവും ശുശ്രൂഷകളിൽ ശക്തിയും നമുക്ക് അനുഭവമാകും. സകല വിശ്വാസികളും നേടിയെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സാധാരണ ക്രിസ്തീയ ജീവിതമാണ് ആത്മനിറവിൻ്റെ ജീവിതം. ഈ ജീവിതം നമ്മുടെ ജന്മാവകാശമാണ്.
നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത് ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അനുഭവമാക്കാം. സാത്താൻ്റെ കെണി ഇതിന് മധ്യത്തിലുണ്ടാകാം. ഈ വിഷയത്തിൽ നമ്മുടെ ശത്രുവായ സാത്താൻ അനേക വിശ്വാസികളെ കബളിപ്പിക്കുന്നുണ്ട്. ആത്മനിറവിൻ്റെ ഫലമായി ഉളവാകേണ്ട ജീവിത വിശുദ്ധിയോ പാവങ്ങളുടെ മേലുള്ള വിജയമോ ശക്തിയോ ഒന്നും വാസ്തവത്തിലില്ലാതെ തന്നെ ആത്മനിറവിൻ്റെതെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചില അനുഭൂതികളോ അനുഭവങ്ങളോ ഉണ്ട്. ഇന്ന് അനേക ക്രൈസ്തവ കൂട്ടായ്മകളിലും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി വലിയ ബഹളം സൃഷ്ടിച്ച് അല്പനേരത്തേക്ക് തങ്ങളെ തന്നെ മതിമറന്ന് അട്ടഹസിക്കുകയും എന്തൊക്കെയോ ഉച്ചരിക്കുകയും ചെയ്യുന്നതാണ് ആത്മനിറവെന്ന് ധരിച്ചിരിക്കുന്ന അനേകരുണ്ട്. ഇത് സാത്താൻ്റെ ഒരു വലിയ വഞ്ചനയാണ്. യഥാർത്ഥത്തിലുള്ള ആത്മനിറവ് വിശ്വാസികൾ പ്രാപിക്കുന്നത് സാത്താൻ്റെ രാജ്യത്തിന് ഹാനികരമായതിനാൽ വളരെ താഴ്ന്ന ചില അനുഭൂതികൾ നൽകി അവൻ അനേകം വിശ്വാസികളെയും തൃപ്തിപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള ബഹളങ്ങൾ കഴിഞ്ഞ് ആത്മനിറവ് പ്രാപിച്ചുവെന്നും ഇനി എനിക്ക് പ്രാപിക്കുവാൻ ഇതിൽ കൂടുതൽ ഒന്നുമില്ല എന്നും ധരിച്ചുകൊണ്ട് ഇത്തരക്കാർ ഭവനങ്ങളിൽ മടങ്ങിപ്പോകുന്നു. എന്നാൽ ഇവരുടെ പ്രായോഗിക ജീവിതത്തിലാകട്ടെ ആത്മനിറവില്ലാത്ത ജീവിക്കുന്ന മറ്റു വിശ്വാസികളുടെ ജീവിതത്തേക്കാൾ ഏറിയ സന്തോഷമോ വിജയമോ സമാധാനമോ ശക്തിയോ കാണുന്നുമില്ല. യഥാർത്ഥമായ ആത്മനിറവിലേക്ക് കടന്നു വരാതെ ഇവരെ തടുക്കുകയാണ് സാത്താൻ്റെ തന്ത്രം. നാം ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കേണ്ടതിനും വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടതിനുമാണ് ഇത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും ദൈവാത്മാവിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒന്നാണ് ആത്മനിറവിൻ്റെ ജീവിതമെന്നും അതിൽ കുറഞ്ഞതൊന്നും ആത്മനിറവല്ലെന്നും നാം അറിഞ്ഞുകൊള്ളണം.